ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നും ഒരു സെൻസി ഇടുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ കിഡിയായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ വൺ ടാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ് ഈ സെൻസി ഇട്ട് കഴിഞ്ഞാൽ. ഇത് എന്ന് പറഞ്ഞാൽ റെഡ്മി യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. റെഡ്മി A4 യൂസ് ചെയ്യുന്നവർക്ക്, റെഡ്മി A4 യൂസ് ചെയ്യുന്നവർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഈ സെൻസി വർക്കാവുന്നതാണ്. സീരിയസ് ആയിട്ട് പറയാം, പെർഫെക്റ്റ് ആയിട്ട് ഈ സെൻസി വർക്കാവും കാര്യങ്ങളൊക്കെ ആവുന്നതാണ്. അല്ലെങ്കിൽ റെഡ്മി യൂസേഴ്സിന് അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. റെഡ്മി യൂസേഴ്സിനും ഇത് ബെസ്റ്റ് സെൻസിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് റെഡ്മി A4 യൂസ് ചെയ്യണ 5G യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിഡിയായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എനിക്ക് വീഡിയോ കാണുന്ന പോലെ നമ്മൾക്ക് കിഡിയായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. എല്ലാ കണ്ണിലും UMP ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ചെറുതായിട്ട് ഡ്രാഗ് ചെയ്താൽ മതി, ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറിക്കും. നിങ്ങൾ കാണുന്ന പോലെ കിഡിയായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്ന സെൻസിയാണിത്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, അതായത് 2 വീഡിയോസ് ഇട്ടായിരുന്നു. ഒരാൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെയാണ് കുറേയൊക്കെ കൊണ്ടുവരിക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇനി സെൻസിയുടെ വീഡിയോസ് ഇടുന്നുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഗെയിമിംഗ് നടത്തുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഗെയിം വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാവുന്നതാണ്. നിങ്ങൾ പറയുന്ന ഗെയിം നമ്മൾ സെറ്റാക്കുന്നതാണ്, കളിക്കുന്നതാണ്. അത്യാവശ്യം നല്ല കിഡിയം ഹൈറ്റാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല കിഡിയം സെൻസിയും കാര്യങ്ങളൊക്കെയാണിത്. അത്യാവശ്യം നല്ല കിഡിനായിട്ട് വർക്കാവുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്ന സെൻസിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ സെൻസി തന്നെയാണ് കഴിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മസ്റ്റ് ട്രൈ സെൻസി തന്നെയാണ്. അത്യാവശ്യം നല്ല കിഡിനായിട്ട് ഇതാണ് സെൻസിയും കാര്യങ്ങളൊക്കെ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവസാനം എൻഡിങ് കൂടി കണ്ടിട്ട് പോകാൻ. കാരണം നമ്മളിത് മൊത്തം വീഡിയോ കാണുന്നതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയും. കാരണം ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആരോ ഫയർ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആൾ കറക്റ്റ് ഫയർ ബട്ടൺ സെറ്റാക്കി തരുമോ, ഒരു പെർഫെക്റ്റ് ഫയർ ബട്ടൺ തരുമോ എന്നാണോ ചോദിച്ചത്. അതോ ഈ വീഡിയോൻ്റെ അടിയിൽ ഈ വീഡിയോ ആ കമൻറ്റ് ചെയ്ത ആൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലൊന്ന് വന്നിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാം. എനിക്ക് ക്ലിയർ ആയില്ല, കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല. വെറും ഫയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ നേരെ മനസ്സിലാവും. ഫയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഫയർ ബട്ടൺ ശരിയല്ല എന്നാണോ, എന്താണ് സീൻ, എന്താണ് അതൊക്കെ മനസ്സിലാവാം. പക്ഷേ നല്ല കിടിലനായിട്ട് വർക്കാവുന്ന സെൻസിയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. കിടിലൻ സെൻസിയാണ്. ഞാനത് കയറ്റിയിട്ട് അപ്പം തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതാണ് വേറെ കാര്യം. ഇപ്പം എനിക്ക് നല്ല രീതിക്ക് വർക്കാവുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ടൈമിൽ എനിക്ക് നല്ല രീതിക്ക് ഇതിന് മുന്നേ ഫ്രീ ഫയർ കളിച്ചിരുന്നു. അപ്പോൾ നല്ല കിടിലനായിട്ട് എനിക്ക് വർക്കാവുന്നുണ്ട്. ഈ സെൻസിയും കാര്യങ്ങൾ കിട്ടിയത് ഇന്നലെയാണ്, അറിയാലോ. ഇന്നലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. കാരണം അധികം ടൈം കിട്ടിയത് ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മാത്രമേ ടൈം കിട്ടിയത്. നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രീതിക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ സെൻസ് തന്നെയാണ്. അത്യാവശ്യം നല്ല കിഡിലൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. കിഡിലനുമായിട്ട് ഈ സെൻസിൽ നല്ല കിഡിലനായിട്ട് നമുക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ. ഇനി വേറെ സെൻസി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇടാൻ പോകുന്ന ഒരു മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ തുടക്കാവും. നമ്മൾ മുന്നേ ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ടൈമിൽ എനിക്ക് മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പൈസ. അതുകൊണ്ട് എൻ്റെ ഞാനാണെങ്കിൽ സേവ് ചെയ്തൊന്നും വെച്ചില്ല. ആ ഒരു വേൾഡ് അത്യാവശ്യം നല്ല വേൾഡായിരുന്നു, കുഴപ്പമില്ല. ഞാൻ പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്ന ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പോയി കഴിച്ച്. സെക്കൻഡ് എപ്പിസോഡായപ്പോൾ ഇത് സ്റ്റോറേജ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ വന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് കഴിച്ച് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റാതെ. അതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും വീഡിയോ കാണുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലിയ വിലയേറിയ സമ്മാനമാണ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏത് വേണം, നമുക്കിപ്പോൾ ഗോഡ് ഓഫ് വാർ വേണം, അതേപോലെ അങ്ങനത്തെ ഏതെങ്കിലും ഗെയിംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.
നമ്മൾ ഇടുന്നതായിരിക്കും. ഫോണിലായിരിക്കും, പി സിയിലൊന്നും ആയിരിക്കത്തില്ല. ഫോണിൽ തന്നെ ചെറിയ ഗ്രാഫിക്സിലൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നതാണ് ആ ഗെയിംസൊക്കെ. അതൊക്കെ നമ്മൾ എങ്ങനെ റെഡിയാക്കാം, നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ആ ഗെയിംസൊക്കെ കയറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ അത്രയ്ക്ക് കിടിലൻ ഗെയിംസൊക്കെ നമ്മൾ വേണമെങ്കിൽ കളിക്കാം. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സീരീസ് ആയിട്ട് അത് കൊണ്ടു നടക്കുകയും ചെയ്യാം. നിങ്ങൾ പക്ഷേ സപ്പോർട്ട് തരുന്നതനുസരിച്ചാണ് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും. വീഡിയോന് ലൈക്ക് തന്നാൽ നമുക്കൊരു സന്തോഷമായിരുന്നു. പിന്നെ നിങ്ങൾക്കത് വർക്കാവുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് വേണേ. വർക്കാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ഇടുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൊള്ളാം സെൻസി കൊള്ളാം, നിങ്ങൾക്ക് ഈ സെൻസി വർക്കാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. സെൻസി കൊള്ളാമല്ലോ, ഈ സെൻസി അത്യാവശ്യം കിടിലൻ സെൻസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഇതിൽ ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് സമയവും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, കുറേ സമയം എഡിറ്റ് ഇരിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇനി മുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കാം. കാരണം നമ്മളിപ്പോൾ ഇന്നലെ ഇടാൻ പറ്റാഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് അപ്ലോഡ് ആക്കാനൊക്കെ കുറേ ടൈം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ തന്നെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് ഇന്നിടുന്നത്. അത് മനസ്സിലാക്കണം. അത്യാവശ്യം കിടിലനായിട്ട് ഈ സെൻസ് എനിക്ക് വർക്കാവുന്നുണ്ട്, കാണിച്ചു തരാൻ മതി. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നോക്ക്. എത്ര നന്നായിട്ടാണ് ഈ സെറ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ USB ഒക്കെ വെച്ചിട്ട് കയറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ MID കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കി തരുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. MID എല്ലാ ഗൺസും, എല്ലാ ഗൺസും ഒന്നും പറയാൻ പറ്റത്തില്ല. MP40, MID, UMP ഇതൊക്കെയാണല്ലോ മെയിൻ ആയിട്ട് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യാറുള്ള ഗൺസ്. അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഗൺസൊന്നും കൊള്ളില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗൺസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് അതിലൊക്കെ എനിക്ക് കയറുന്നുണ്ട്. MP40 ആണ് ഞാൻ ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗണ്ണ്. അതിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. പിന്നെ സ്കില്ലിഷാണ് ഞാൻ അപ്പം തന്നെ എടുത്ത് റെക്കോർഡ് ചെയ്യാണ്. അത് നിങ്ങൾ ഓർക്കണം. എന്നിട്ടും ഇമാരി വൺ ടാപ്പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ചെറിയ പവർ എന്താണെന്ന്. ഇന്നത്തെ ഹെഡ്ഷോട്ട് ഗൈസ്, ആ വൺ ടാപ്പൊക്കെ നിങ്ങൾ കണ്ടോ? ഫ്രിഡ്ജിലെ വൺ ടാപ്പല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവൻ വന്നപ്പോഴേക്കാണ് കൊണ്ട് വൺ ടാപ്പ്. ഇത് ഗഡിനായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്ന സെൻസിയും കാര്യങ്ങളൊക്കെയാണിത്. എന്താ അറിയില്ല, അതിപ്പോൾ അപ്പോൾ ഒരു ലാഗ് വന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് നേരെ വണ്ണം ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേസ് നിങ്ങൾ വേറൊന്നും കാര്യമായിട്ട് എടുക്കുകയും ചെയ്യാനുള്ള സീനായിട്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റുന്നത്. ഭയങ്കര കിടിലം സെൻസ് പറഞ്ഞാൽ കിടിലം ഐറ്റം തന്നെയാണ് കേസ്. ഐറ്റം എന്ന് പറഞ്ഞാൽ കിടിക്കോസ്റ്റി ഐറ്റമാണ് കേസ് ഈ സെൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ സെൻസ് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. കിടിലൻ സെൻസ് എന്ന് പറഞ്ഞാൽ കിടിലൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഐറ്റം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കിടിലൻ സെൻസിയാണിത്. ഞാനിപ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും കിടിലൻ സെൻസിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്ക് നന്നായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ ഈ സെൻസിൽ നിന്ന് കയറുന്നുണ്ട്. ഷോർട്സും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇനിയിപ്പോൾ ഷോർട്സും എങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടുന്നത്, സെൻസും കാര്യങ്ങളൊക്കെ ഇത്രയും സെൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ചോദിച്ചാൽ, ഞാനിത് യൂട്യൂബിൽ നിന്നോ വേറെ ആളുടെ വീഡിയോ ഒന്നോ കൊണ്ടുവരുന്നതല്ല. ഇത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് സെൻസിങ് കാര്യങ്ങളൊക്കെ കിട്ടും. മനസ്സിലായോ? ആ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മളിത് നിങ്ങൾ കറക്റ്റ് ഡിവൈസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കറക്റ്റ് ആ ഡിവൈസിന് വേണ്ട കറക്റ്റ് സെൻസിങ് കാര്യങ്ങളൊക്കെ. ഇത് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞങ്ങൾക്ക് വർക്കാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഇത് കറക്റ്റ് ഡിവൈസാണ്. ഇപ്പോൾ ഈ റെഡ്മി എപ്പോൾ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഇത് വർക്കാവും. സീസൈഡ് പറയാം, ഉറപ്പായിട്ട് ഇത് വർക്കായിരിക്കും. എൻ്റെ വാക്കാണ് കിടിലൻ സെൻസിയാണ്. കിടിലൻ സെൻസി കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്ന സെൻസി കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതി ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്ന സെൻസിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിക്ക് നമുക്ക് എനിമീസിനൊക്കെ കാര്യങ്ങൾ ഹെഡ്ഷോട്ട് സിമ്പിളായിട്ട് അടിക്കാം. അതേപോലെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെയും സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. എന്തായാലും ഇന്ന് തന്നെയാവും അടുപ്പിച്ചായിരിക്കും മിക്കവാറും വരുന്നത്. കാരണം നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും ഈ മൈൻക്രാഫ്റ്റിൻ്റെ നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ സെറ്റ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി മുതൽ ഇറക്കാൻ പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇടാൻ നോക്കത്തില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ വേറെ രീതിയിലാവും, അതായത് വേറൊരു ടൈപ്പ് രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. നമ്മളിടുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഏത് രീതിയിലായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും,
ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒന്നിച്ചിടുക ചെയ്യുക. 3-4 വീഡിയോസ് ഞായറാഴ്ച ശനിയൊക്കെയായിട്ടും ഒന്നിച്ചിടാണ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. കാരണം അപ്പോഴേ നമുക്ക് സമയം കിട്ടും. ഇനി സ്കൂളൊക്കെ തുറന്ന് അതുകൊണ്ട് അപ്പം മാത്രമേ നമുക്ക് സമയം കിട്ടൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാത്രമാകും ഇനി മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ശനി ഞായറായിട്ടായിരിക്കും കുറേ എപ്പിസോഡ്സ് അടുപ്പിച്ചൊക്കെ ഇറങ്ങുന്നുണ്ടാവുക. അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിംസ് കളിക്കണം, കളിച്ച് കാണണം, നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിംസ് വേണം, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടം, ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏത് ഡിവൈസിനുള്ള സെൻസിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ സെൻസിയുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ലൈക്ക് എല്ലാവരും ഈ വീഡിയോ ആണ് എല്ലാവരും പ്ലീസ് ലൈക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പുതിയ കണ്ടന്റ് ക്രിയേറ്ററൊക്കെ കാര്യങ്ങളൊക്കെയാണ്, അത്ര നന്നായിട്ടൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് എത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല, ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ രസം ഉണ്ടാവില്ല കാണാൻ, എനിക്കറിയാം. ഇതിൽ നല്ല നല്ല ഷോർട്സും ഹെഡ് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി ഡിലീറ്റ് ചെയ്ത് എനിക്ക് അറിയത്തില്ല ഏതൊക്കെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ഇഷ്ടം പോലെ കട്ട് ചെയ്തതിന് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ തലയ്ക്ക് വരാമെന്ന് വിചാരിച്ചത്. കാരണം രാത്രി കിടന്നുറങ്ങേണ്ട സമയത്തൊക്കെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഉറങ്ങാൻ ഇതായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറേ കട്ട് ചെയ്തത് കളഞ്ഞു. പിന്നെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോലും പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വാല്യൂ ഇല്ല എനിക്കല്ലേ അറിയാം, നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല ഇങ്ങനെയൊന്നും കാണാൻ. ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഉറപ്പായിട്ട് സെറ്റാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ശനി ഞായറും മാത്രമാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടാവുക. നമ്മൾ 3-4 വീഡിയോസൊക്കെ അടുപ്പിച്ചായിരിക്കും ശനി ഞായറൊക്കെ അപ്ലോഡ് ആവുന്നുണ്ടാവുക. അതാ പറഞ്ഞാൽ ഒരേ ദിവസം 3-4 വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇടുന്നുണ്ടാവുക. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കിഡിനായിട്ട് എപ്പിസോഡും കാര്യങ്ങളൊക്കെ കയറുന്ന സെൻസിയാണിത്. അതെന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ മസ്റ്റ് ട്രൈ ആണ്, ഞാൻ എല്ലാ സെൻസിക്ക് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങളിത് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ട്രൈ, അത്രയാണ്. നിങ്ങൾക്ക് വർക്കായാൽ എനിക്ക് സന്തോഷം. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒരു സെൻസ് ഒപ്പിച്ചിട്ട് വർക്കായാൽ നമുക്ക് സന്തോഷം മാത്രമല്ലേ ഉണ്ടാവുക. ഗൈസ് അടിക്കണം, അതോലേക്കണേ കണ്ടോ, കിഡിലും കാര്യങ്ങളായിട്ട് 1 ടാപ്പും കാര്യങ്ങളൊക്കെ 2 പേർക്ക് അടുപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെയാണ് 1 ടാപ്പും കാര്യങ്ങളൊക്കെ കയറുന്നത്. നല്ല കിഡിലും കാര്യങ്ങളായിട്ട് 1 ടാപ്പും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ചില ടൈമിൽ നമ്മൾ അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രമാത്രം 1 ടാപ്പ് കയറുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു സ്കിൽ ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൻസിറ്റിവിറ്റി 2-3 എണ്ണം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരും ഗൈസ്. അത് നിങ്ങൾക്ക് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരും. അത് കട്ട് ചെയ്തതിൻ്റെ ഇഷ്യൂ ആണ് ഗൈസ്. ആ ചാവണതൊക്കെ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇനി അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും പതുക്കെ നല്ല സെറ്റാക്കി നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയിലായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടാൻ പോകുന്നത്. ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് സെറ്റായിട്ട് ഇടാം. ഇന്ന് മിക്കവാറും ഇന്നും നാളെയൊക്കെ ആയിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് അടുപ്പിച്ചിറക്കും. സ്കൂൾ തുറന്നാൽ പിന്നെ അടുപ്പിച്ചിട്ടുണ്ടാകത്തില്ല. കാരണം സ്കൂൾ തുറന്നാൽ ശനി ഞായറും എന്തായാലും 4 വീഡിയോസ് ഒന്നിച്ചിടാം. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം, അല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ട് ഇത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ലേ, അപ്പോൾ എനിക്ക് അതിൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്താ പറയുക, കളിക്കാനും ഈ ഫോണിൽ തന്നെ ഇരുന്നാൽ പോരല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മിനിമം ഒരു 2-3 സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടിയാൽ നമുക്ക് സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബും നിങ്ങളുടെ വിലയേറിയ സമയമാണ് ഞാൻ കളയുന്നത് എനിക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. നമ്മൾ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ വരാം, ഫ്രീ ഫയറിൻ്റെയും കാര്യങ്ങളായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ വരാം, മൈൻക്രാഫ്റ്റിൻ്റെയും അതേ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി എന്തായാലും നമ്മളിങ്ങനെ കുറേ മാസത്തിൻ്റെയും അങ്ങനെ നമ്മൾ പെൻഡിങ് വരുത്തില്ല വീഡിയോസിന്. സീസായിട്ട് പറയാം, ഞാൻ വാക്കരാൻ നിങ്ങൾക്ക് അത്ര കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ ഇടാത്തൊരു ടൈം എടുക്കുകയാണ്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ടൈം കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടല്ല വാക്കര, അതുകൊണ്ട് മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് നല്ല രീതിക്ക് തരുന്നുണ്ട് ഗൈസ്. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഗൈസ്, ഇത് പാനലും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾക്കിത് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ അപ്പം തന്നെ പറയാം. അതായത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കുകയാണ്, ഇത്ര സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട ഈ സ്കൂളില്ലാത്ത സമയത്ത്
പഠനവും കാര്യങ്ങളും ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ വേറെ വേറെ പരിപാടികളൊക്കെ അല്ല, നമുക്ക് എപ്പോഴും ഈ ഫോണിലിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, വെക്കേഷനാണെന്ന് പറഞ്ഞാലും. പിന്നെ അതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഓക്കെ, എന്നാൽ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണണം. ഇത്രയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും വിലയേറിയ, നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും നമുക്ക് ഏറ്റവും വിലയേറിയ സമ്പാദ്യമാണ് ഗൈസ്. നമ്മുടെ ചാനലിന് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റാണ് ഗൈസ് നിങ്ങളുടെ ഓരോ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഗോൾഡ് കോയിൻസാണ്. അത്രേ ഞാൻ പറയത്തുള്ളൂ. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം. അതായത് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഗൈസ്. നമ്മളൊരു ചെറിയ കണ്ടൻറ് ക്രിയേറ്ററാണ്, സത്യമാണ്. നമുക്ക് അത്ര നന്നായിട്ട് കളിക്കാനൊന്നും അറിയത്തില്ല. ഇവിടെ ഈ പറ സത്യമാണ് ഗൈസ്. ചില ഹേറ്റേഴ്സ് ഉണ്ടാവാം. പക്ഷേ ഹേറ്റേഴ്സിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എന്നെ ഹേറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഗൈസ്. ഹേറ്റേഴ്സായിട്ട് കമൻറ്റിലൊക്കെ ഇടുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അതായത് നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങി നോക്ക്. ഹേറ്റേഴ്സ് ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് ഉണ്ട് ഈ വീഡിയോസിന് കാര്യങ്ങൾക്കൊക്കെ. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നമ്മൾ പതുക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇത്ര പോലും നന്നായിട്ടല്ല ഗൈസ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒന്ന് ഇറങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗൈസ്. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആണ് അന്ന് ഇറക്കിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏറ്റവും പൊട്ട വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ബാക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല അടി കിട്ടുന്നുണ്ട്. ഫ്രീ ഫയറിൽ റെക്കോർഡ് ചെയ്തപ്പോൾ നല്ല അടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സീനില്ല നമ്മൾ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. എന്നാൽ നമ്മൾ നല്ല നിങ്ങൾ പറയുന്ന ഗെയിംസ് നമ്മൾ ഇന്നാണ് പി സിയുള്ള ഗെയിംസ് ഒന്നും പറയല്ലേ, ഫോണിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസ്. ഇപ്പോൾ GTA San Andreas ആണെങ്കിൽ GTA San Andreas ഇതൊക്കെ നമ്മൾ കളിച്ച് കാണിച്ചിരുന്നതാണ്. സിസ്റ്റേഴ്സ് നിങ്ങൾ പറയുന്ന ഗെയിംസ് ഞാൻ ഒപ്പിച്ചു തരും. അത് വെറുതെ ആ ഗ്ലൂ ആയിട്ട് ഒരാവശ്യം ഉണ്ടെങ്കില വെറുതെ ഇട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളും. ഇപ്പം എനിക്ക് ഈ സെൻസിൽ കയറുന്നുണ്ട്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഈ സെൻസ്. അത് നിങ്ങൾ മറക്കരുത്. സെൻസിനും കൂടി കാര്യമാണ്. നിങ്ങൾ എന്തായാലും ആ സെൻസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോൻ്റെ ഫസ്റ്റ് ആൻഡ് ആ സെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് ഫുള്ള് നമ്മൾ നെക്സ്റ്റ് വരാൻ പോണ വീഡിയോ. കാരണം എനിക്ക് അധികം നേരം ഇത്ര സെൻസിനെ പറ്റിയിട്ട് ഇപ്പോൾ അധികം നേരം സംസാരിക്കണ്ടല്ലോ. ഞാൻ ഇത്രയും വലിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അടുത്ത വീഡിയോസൊക്കെ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരാനാണ്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ വീഡിയോസ് ആയിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്. ഈ വീഡിയോയും ഇത്ര ലെങ്ത്തൊക്കെ കൂടി എടുത്തത് കേസ്. അല്ലെങ്കിൽ ഈ വീഡിയോ ഇത്ര ലെങ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സെൻസിക്ക് മാത്രമായിട്ടാണെങ്കിൽ ഇത്ര ലെങ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്ര പറയത്തുള്ളൂ കേസ്. ആ ഹെഡ്ഷോട്ടൊക്കെ വേണ്ടോ, ക്ലീൻ ഷേവാണ് കേസ്. ആ ഹെഡ്ഷോട്ടൊക്കെ നല്ല സിമ്പിളായിട്ട് സ്മൂത്ത് ഹെഡ്ഷോട്ടാണ്. കാര്യങ്ങളൊക്കെയാണ് ഈ സെൻസ് ഇട്ടാൽ നിങ്ങൾക്ക് കയറാൻ പോകുന്നത്. യു ആർ ഗെറ്റിംഗ് എ ഫ്രീ സെൻസി. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കുന്നില്ല, ഒന്നും നിങ്ങൾക്ക് പോകുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. അത്ര കിഡിനായിട്ടൊരു സെൻസിയാണ് നമ്മൾ തരുന്നത്. ഒന്നും പോകാനില്ല. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വലിയ സമയം നിങ്ങൾ കളയരുത്. എപ്പോഴും നിങ്ങൾ ഈ ഫോണിൽ കളിച്ചിരിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കളിച്ചോളൂ. അത് നിങ്ങളുടെ ഓരോരോ പ്രയോറിറ്റീസാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഓവറായിട്ട് കളിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും ഫോൺ അഡിക്റ്റ് ആക്കിയെന്ന് എനിക്ക് കംപ്ലയിൻറ്റ് വരുന്നതല്ലോ. എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. എൻ്റേതും നിങ്ങളുടേതും ഒക്കെ വിലപ്പെട്ട സമയം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഇനി മുതൽ വീഡിയോസ് ഇടും. കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അടുത്തും കാര്യങ്ങളൊക്കെ കണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കമൻസിന് ഞാൻ റിപ്ലൈ കാര്യങ്ങളും തരുന്നതാണ്. ഉറപ്പായിട്ടും പറയാം. നിങ്ങൾക്ക് റിപ്ലൈ ഇപ്പോൾ കഴിഞ്ഞ ഒറ്റ കമൻറ്റാണ് എനിക്ക് കിട്ടിയത്. ആ കമൻറ്റ് ഞാൻ റിപ്ലൈ തന്നെ. ഒരു കമൻറ്റാണെങ്കിൽ ഒരു കമൻറ്റ് എനിക്ക് സന്തോഷം തന്നതിന് എനിക്ക് സന്തോഷം. ഒരു ഫയർ ബട്ടൺ ഇട്ടത് അതെന്താണെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കണേ. അത് ആരാണ് ഇട്ടേച്ചാൽ ആൾ ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് എന്താണ് ആ ഫയർ ബട്ടൺ ഉദ്ദേശിച്ചത്, ഫയർ ബട്ടൺ സെറ്റാക്കി കൊടുക്കാനാണോ എന്താണ് എന്നൊന്ന് പറയണം. അപ്പം നിങ്ങളുടെ ഫയർ ബട്ടൺ കാര്യങ്ങളൊക്കെ ഏതറ്റത്താണ് കിടക്കണതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ. എവിടെയാണ് ഒരു പെർഫെക്റ്റ് ഫയർ ബട്ടൺ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എത്ര സൈസിലാണ് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഫയർ ബട്ടണും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോയും കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയും കാര്യങ്ങളായിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിക്കണം. കാരണം ഓവറായാൽ പിന്നെ നിങ്ങൾക്ക്
ഒരു രസം ഉണ്ടാകത്തില്ല അല്ലേ? എനിക്കെന്നെ മടുക്കുന്നു. എനിക്കെന്നെ മടുക്കും ഗൈസ്. എൻ്റെ വീഡിയോ ഓവറായി എനിക്കറിയാം നിങ്ങൾക്ക് മടുക്കും. പിന്നെ ഓവർ വീഡിയോസൊക്കെ ഇട്ടാൽ ഓവർ കുറേ ടൈം എടുത്താൽ അതാണ് ഈ ഗെയിമിങ്ങിൻ്റെ ഒക്കെ കുറേ നേരം എടുക്കരുത്. അത് പറഞ്ഞു. അപ്പോൾ ഞാനറിയാതെ കുറേ നേരം വീഡിയോ എടുത്തു പോയി, റെക്കോർഡ് ചെയ്താൽ പിന്നെ നമ്മൾ അത്ര എഡിറ്റ് ചെയ്യാൻ പറ്റണ്ടേ. പരമാവധി ഫുള്ള് കട്ട് ചെയ്തൊരു രസം ഉണ്ടാകത്തില്ല, അതിൻ്റെ ഒരു എൻഡിങ്ങും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കട്ട് ചെയ്യാതെ. കുറേ കട്ട് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ചറവറാന്നിട്ട് കട്ട് ചെയ്തിടാം. ഇതാണ് സെൻസിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ ബൈ, സീ യു ലേറ്റർ.